രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എനിക്ക് നിന്നോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. എന്താണെങ്കിലും പറഞ്ഞോളൂ. പറയാനുള്ളത് ഇവളുടെ കാര്യമായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇവള് കേട്ടതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ മായേ. ഞാൻ പറയുന്നു, എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോട് മാത്രമാണെന്ന്. ശരി, വാ. എന്താ നിങ്ങൾക്ക് പറയാനുള്ള? നീ എന്നോട് പറഞ്ഞില്ലേ അവളെ അബോർട്ട് ചെയ്യുന്ന കാര്യം? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. എല്ലാം കൊണ്ടും അതൊരു നല്ല സജഷനാണെന്ന് എനിക്ക് തോന്നി. അബോർഷൻ നടത്തിയ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവള് വേറൊരു അബോർഷൻ നടത്തിയ കാര്യമില്ല. പിന്നെ ആ നശിച്ച കുഞ്ഞു കിടന്ന ഗർഭപാത്രം പോലും ശപിക്കപ്പെട്ടതാ. കളയുമ്പോ അതുൾപ്പെടെ വേണം കളയാൻ. നിങ്ങൾ എന്തൊരു ഭ്രാന്തായി പറയുന്നേ? എനിക്ക് ഭ്രാന്താന്നുള്ളത് നിനക്ക് പുതിയ അറിവൊന്നുമല്ലല്ലോ. എന്നാലും ഭ്രാന്തിനില്ലേ ഒരു പരിധി? എന്ത് പരിധി? ഭ്രാന്തമാർ ജീവിക്കുന്നത് ഈ ലോകത്തൊന്നുമല്ലല്ലോ, ഉന്മാദത്തിന്റെ ഏതേതോ മേച്ചൽപ്പുറങ്ങളിലല്ലേ. ഭ്രാന്തർ എന്ത് സ്വപ്നങ്ങൾ വേണമെങ്കിലും കാണാലോ. പക്ഷെ എന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൾ തയ്യാറായ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാം പറഞ്ഞു അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കാം. കൊച്ചുകുട്ടിയല്ലേ അവള്? ഒരു രോഗവും ഇല്ലാതെ എങ്ങനെ നമ്മൾ അവളുടെ യൂട്രസ് റിമൂവ് ചെയ്യും? രോഗം നിശ്ചയിക്കുന്നത് നമ്മൾ പറയുന്ന സിംറ്റംസിന്റെയും വെച്ച് നീട്ടുന്ന കാശിന്റെ അടിസ്ഥാനത്തിലല്ലേ. നമ്മൾ പറയുന്നു നമ്മളുടെ മകൾക്ക് യൂട്രസ് വേണ്ട എന്ന്. അത്രേ ഉള്ളൂ. പിന്നെ ആർക്കും നഷ്ടം? ആ നശിച്ച ഗർഭപാത്രം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അവള് ജീവിച്ചാ മതി. പാപിയെ ചുമന്ന അങ്ങനെ ഒരു അവയവം നമ്മുടെ മോൾക്ക് വേണ്ട. മാരകമായ ഏതോ രോഗം ബാധിച്ച് മുറിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇല്ല, ഇതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എങ്കിൽ പിന്നെ നിന്റെ മകളുടെ മരണത്തിന് കൂട്ടു നിൽക്കേണ്ടി വരും. കൊല്ലും ഞാൻ അവളെ. കൊല്ലുന്നു പറഞ്ഞ കൊന്നിരിക്കും ഞാൻ. പോവരുത് കേട്ടോളി.
എന്തിനുള്ള പുറപ്പാടാ? മലർത്തി കൊല്ലാൻ. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? പിന്നെ ഞാൻ എന്താ വേണ്ടേ? ആ നാറികെട്ട നാറികളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവർ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ചിലപ്പോ കൊടുക്കേണ്ടി വരും. ദേ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളെ നേരിടേണ്ടത് ശക്തി കൊണ്ടല്ല ശ്രീനി, ബുദ്ധി കൊണ്ട. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇപ്പൊ ഉണ്ട്. ദേ, ശ്രീനിയായിട്ട് ഇനി ഇതുകൂടി ഉണ്ടാക്കി വെക്കല്ലേ. ഒരു നിമിഷം മതി ജീവിതം മാറി മറിയേ. ശ്രീനി അവരെ കൊന്നാലും അവര് ശ്രീനിയെ കൊന്നാലും നഷ്ടം നമുക്ക് മാത്ര. ശ്രീനിക്ക് എന്ത് ഭ്രാന്ത് വേണമെങ്കിലും കാണിക്കും. പക്ഷെ ശ്രീനി മാത്രമായിരിക്കില്ല ഈ എടുത്തുചാട്ടത്തിൽ അവസാനിക്കാൻ പോകുന്നത്. അവസാനിക്കട്ടെ, എല്ലാം അവസാനിക്കട്ടെ. എല്ലാം അവസാനിച്ച പിന്നെ ശ്രീനി എങ്ങനെയാ ശ്രീനിയുടെ പ്രതികാരം വീട്ടുന്നത്? അതിനു വേണ്ടിയെങ്കിലും ശ്രീനി ഈ ഭൂമിയിൽ ബാക്കി ഉണ്ടാവണ്ടേ? അതി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അളിയനെ വല്ലാൻ പറ്റിയോ? കുഴപ്പമില്ല. എന്താ സാറേ, എന്താ ശരിക്കും സംഭവിച്ചേ? ഏതൊരുത്തും കണ്ണുമുക്കില്ലാതെ സൈഡ് റോഡ് കയറി വന്നതാ. ഞാൻ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം തീർന്നേനെ. എന്നിട്ട് അവടെ അവൻ നിർത്താതെ വിട്ടുപോയി. സാർ എന്ത് പണിയാ കാണിച്ചത്? സർവീസ് റിവോൾവർ ഇല്ലായിരുന്ന കയ്യില് എടുത്തു വെച്ച പൊട്ടിക്കായിരുന്നില്ലേ? അതിനൊക്കെ എവിടെ നേരം? കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അവൻ വിട്ടുപോയില്ലേ? എന്നാലും കഷ്ടമായി പോയി. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങളോട് നിൽക്കണ്ട, വിട്ടോ. അറിയില്ലല്ലോ അതാരാ എന്താന്നൊന്നും.